എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം വന്നാലുടൻ എല്ലാവരും ഒരുപോലെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി. എന്നാൽ വിപണിയിൽ കിട്ടുന്ന ഈ ഔഷധക്കഞ്ഞി ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷകരമായി ബാധിച്ചേക്കാം. ആരൊക്കെ ഈ കർക്കിടകക്കഞ്ഞി കുടിക്കാൻ പാടില്ല എന്ന് നോക്കാം. വിപണിയിൽ കിട്ടുന്ന സാധാരണ കർക്കിടകക്കഞ്ഞി കിറ്റുകൾ ഗർഭിണികൾ ഉപയോഗിക്കരുത്. ഇതിൽ ചേർക്കുന്ന കരിഞ്ജീരകം, കൊടുവേലി തുടങ്ങിയ പച്ചമരുന്നുകൾ കഠിനമായ ഉഷ്ണവീര്യമുള്ളതാണ്. ഇവ ഗർഭപാത്ര പേശികളെ പെട്ടെന്ന് സങ്കോചിപ്പിക്കുന്നു. ക്രിയാറ്റിൻ ലെവൽ കൂടിയവരും ഡയാലിസിസ് ചെയ്യുന്നവരും ഇത് കുടിക്കരുത്. കഞ്ഞിയിലെ പലതരം കാട്ടു പച്ചമരുന്നുകളിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യവും മറ്റ് ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. തകരാറിലായ വൃക്കകൾക്ക് ഈ പൊട്ടാസ്യത്തെ അരിച്ചെടുത്ത് മാറ്റാൻ സാധിക്കാതെ വരും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ കടുത്ത ഇൻഫെക്ഷൻ കാരണം പനി പിടിപെട്ട് കിടക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ഔഷധക്കഞ്ഞി കുടിക്കരുത്. പനിയുടെ തുടക്കത്തിൽ ശരീരത്തിൽ ടോക്സിനുകൾ കൂടുതലായിരിക്കും. ഈ സമയത്ത് കനത്ത പോഷകങ്ങളുള്ള ഞവരയരി കഞ്ഞിയും പച്ചമരുന്നുകളും കുടിച്ചാൽ ശരീര താപനില വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. വയറിളക്കവും ഛർദിയും ഉള്ളപ്പോൾ ഈ കഞ്ഞി ഒഴിവാക്കുക. ഈ ഔഷധക്കഞ്ഞിയിലെ ചില മൂലികകൾ കുടലിലെ ചലനങ്ങളെ വേഗത്തിലാക്കുന്നവയാണ്. ഇത് വയറിളക്കം കഠിനമാക്കാനും ശരീരത്തിൽ നിന്ന് വെള്ളം പൂർണ്ണമായി വറ്റിപ്പോകാനും കാരണമായേക്കാം. അൾസറും കടുത്ത നെഞ്ചരിച്ചിലുമുള്ളവർ ഇത് കഴിക്കരുത്. കഞ്ഞിയിൽ ചേർക്കുന്ന ത്രികടു ആമാശയത്തിലെ ആസിഡ് ഉൽപാദനം കൂട്ടും. ഇത് അൾസർ ഉള്ളവരിൽ കഠിനമായ വയറുവേദനയ്ക്കും കുടൽപുണ്ണിനും കാരണമായേക്കാം. ലിവർ സിറോസിസ് അല്ലെങ്കിൽ കഠിനമായ മഞ്ഞപ്പിത്തം ബാധിച്ചവർ ഇത് കുടിക്കരുത്. തകരാറിലായ കരളിലെ എൻസൈമുകൾക്ക് ഈ കഞ്ഞിയിലെ പച്ചമരുന്നുകളെ ദഹിപ്പിക്കാൻ കഴിയാതെ വരും. ഇത് കരളിന് വീണ്ടും ഭാരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹൃദ്രോഗം കാരണം രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള അലോപ്പതി മരുന്ന് കഴിക്കുന്നവർ ഇത് ഉപയോഗിക്കരുത്. കഞ്ഞിയിലെ ചില ഔഷധങ്ങൾ സ്വാഭാവികമായി തന്നെ രക്തയോട്ടം കൂട്ടുന്നവയാണ്. ഇത് കഴിക്കുന്ന അലോപ്പതി മരുന്നുകളുടെ വീര്യം അനാവശ്യമായി കൂട്ടാൻ കാരണമായേക്കാം. ചർമ്മത്തിൽ വല്ലാത്ത ചുവപ്പും ചൊറിച്ചിലും കൂടി നിൽക്കുന്ന ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കരുത്. കഞ്ഞിയിലെ ചില ഉഷ്ണവീര്യമുള്ള പച്ചമരുന്നുകൾ ചർമ്മത്തിലെ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് വർദ്ധിപ്പിച്ച് സോറിയാസിസ് ലക്ഷണങ്ങൾ കൂട്ടാൻ കാരണമായേക്കാം. തൈറോയ്ഡ് ഹോർമോണിന്റെ നില എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നവർ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത്. ഇതിലെ ചില പച്ചമരുന്നുകൾ തൈറോയ്ഡ് മരുന്നുകളുടെ ആഗിരണത്തെ ബാധിച്ചേക്കാം.